ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബൊക്ക ഉണ്ടാക്കുകയാണ്. എത്ര ബൊക്കയാണ് ഉണ്ടാക്കണേ? 5 ബൊക്കയാണ് നമ്മൾ ഷിജാസ് ആർക്കൊക്കെ കൊടുക്കുന്നത്. ആർക്കൊക്കെ കൊടുക്കുന്നത് ഒന്ന് ഞാൻ കൊടുക്കാം, ഒന്ന് കൊടുക്കാം, എല്ലാവർക്കും എല്ലാവരും ഇത് കൊടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കാണ് ഗൈസ്. ഷാന എനിക്ക് വേണ സാധനം ഇത് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കിച്ചൺ ടീമാണ്. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഉണ്ടാക്കാൻ പോണ് പുട്ടും കടലക്കറിയുമാണ്. അപ്പം നമ്മളിത് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കട്ടെ. ഇത് കട്ട് ചെയ്യുന്ന റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാൻ പോകണം. കടലക്കറിക്കുള്ള പച്ചക്കറിയാണ് വെച്ചിട്ടുള്ളത്. അതെ, കടലക്കറി എന്താ അവിടെ ഗ്യാസ് കഴിഞ്ഞതായിരുന്നു. ഗ്യാസ് പോകാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ചേച്ചിലുണ്ട് ഞാൻ ഞങ്ങൾ നീലക്കോയിൽ NSS ക്യാമ്പ്. ലെമണാണ് ആദ്യം നമ്മൾ അരിയുന്നത്. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് നാരങ്ങ വെള്ളമല്ല കണ്ടോ ഒളിഞ്ഞു നോക്കണം. പടാ വെള്ളം തരൂ. മീൻ്റെ അരച്ച് ദിൽബർ കൊടുത്തിട്ടുണ്ട്. ഒഴിക്കാൻ പോവാണ്. ഞാൻ കാണുന്നില്ല. അത് സാരില്ലോ. എങ്ങനെയാവണം ഒരു
എല്ലാ സാധനങ്ങളും തീർത്തു. ക്യാമ്പിലാണ് കുറച്ച് നോക്കണോ ക്യാമറയ്ക്ക് തന്നെ നോക്കണോ ഇപ്പൊ അടിപൊളിയാണ്. റെഡി 1 2 3 4 ഹലോ ഗൈസ് രമി നോക്ക് ന്യൂ ഫ്രണ്ട്സ് ഗൈസ് ന്യൂ ഫ്രണ്ട്സ് ഓ ഫേക്ക് ന്യൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഗൈസ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞാലല്ലേ ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ആരൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് പറയാം ആരും വിചാരിക്കാൻ പറ്റില്ല ഞാനൊക്കെ ചിലപ്പോൾ ബാക്കൊന്ന് കിട്ടിയാലോ ഒന്നും ഇക്കൊരു ഡൗട്ട് ഉണ്ട് ഗജിലാനെ അപ്പൊ ഇതിനെ പറ്റി ഇവൾക്ക് അറിയൂല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ അപരാധമൊക്കെ ഇതിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് അക്കൗണ്ട് ഈ സ്റ്റോറി വരും ലാസ്റ്റ് അക്കൗണ്ട് ഇതിനെ ഫോളോ ആക്കിയടി ആക്കിയടി ആ ഇല്ലല്ലോ ഇല്ലല്ലോ എന്താ എന്റെ പേര് ഷാന ബഷീർ ആ എന്നാ ആക്കിക്കണം ഇല്ല ഇപ്പൊ നോക്കേ എടുത്ത് നോക്കേ ഇപ്പൊ ആക്കിയതാ ആ ഇന്നലെ നെറ്റ് കയറ്റിയത് ഇന്നലെ ഞാൻ നെറ്റ് ഓൺ ആക്കണേ ആയിക്കോട്ടെ എന്നാ അങ്ങനെയൊക്കെയാണ് റെമി അവളെ ചെക്കൻ കൂൾസ് നടക്കാൻ തോന്നുന്നു ആ നമ്മള് ടീമിനേറ്റ് ആണ് സർവേക്ക് പോവാ അങ്ങനൊക്കെ നമ്മള് കുറച്ച് സർവേന്റെ കാര്യങ്ങൾ പറയാം സർവേക്ക് നമ്മള് പോയിച്ച് നമ്മളെപ്പറങ്ങിയതൊരു ഗ്യാങ് നമ്മളൊരു ഗ്യാങ് ഫേക്ക് കളിക്കും എല്ലാരും ചുറ്റു ബെഞ്ചൊക്കെ ഇട്ട് എല്ലാരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് എന്ത് രസം അറിയോ ആ ഫുഡിന് ശരി സത്യം പറഞ്ഞ രസം ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര രസം അപ്പൊ നിങ്ങളെ ഈ രസം കൂടെ കൂട്ടുമ്പോ എത്ര രസം ഉണ്ടാവും ഡബിൾ രസമായിരുന്നു പിന്നെ അന്നത്തെ സർവേക്ക് നമ്മൾ എപ്പോൾ ഇറങ്ങി 10 മണിക്ക് ഇറങ്ങിയതാണ് 10 മണിക്ക് ഇപ്പൊ സമയം ഒരു 1:30 ആയിട്ടുണ്ട് അപ്പൊ നമ്മള് 1:45 ആയിട്ടുണ്ട് നമ്മള് ഒരു 35ഓളം വീട് നമ്മൾ കവർ ചെയ്ത് അത് ഞങ്ങൾക്ക് വീട് കിട്ടണില്ല കാരണം നമ്മള് 6ാമത്തെ ദിവസമാണ് അല്ല 5ാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോ നിക്കണത് അപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്ന സർവേക്ക് ഡ്യൂട്ടി ഉള്ളവരൊക്കെ എല്ലാ വീടും കവർ ചെയ്തിട്ട് നമുക്ക് വീട് കിട്ടാനില്ല എന്നിട്ട് നമ്മളോട് പറഞ്ഞു വാർഡ് നമ്പർ 2 മാത്രമേ കയറാൻ പറ്റുള്ളൂ അങ്ങനെ 2-ൽ കയറി ഒരു 35 വീട് ഞങ്ങൾ തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിച്ചു പിന്നെ എന്നിട്ട് എന്തെടുത്തു അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും വിചാരിച്ചത് ഓരോരുത്തരും റിവ്യൂവിൽ ഇങ്ങനെ പറയും സർവേ അടിപൊളിയാണ് ആയി പോയപ്പോൾ നമ്മൾ ഇങ്ങനെ ആയി അങ്ങനെ തിന്ന് ഇങ്ങനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവ സർവേ പോയാൽ അടിപൊളി കാരണം അപ്പം എനിക്കെന്താ നമ്മളൊരു ഗ്രൂപ്പാണെങ്കിൽ പോലും ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പെയിൻറ്റിങ്ങിന് പോകേണ്ട ആൾ ഞാനാണ് എന്നിട്ട് സർവേ അടിപൊളിയല്ല ഇന്നത്തെ ഒരു ദിവസം കൂടെ സർവേ കിട്ടുള്ളൂ ചിലപ്പോൾ നാളെ കിട്ടാൻ ചാൻസ് കുറവാണ് കിട്ടൂല ഉറപ്പാ അപ്പം ഇന്നത്തെ ഒരു ദിവസം സർവേ കിട്ടുള്ളൂ പോയാ ഇല്ല മ്യൂട്ടാക്കിട്ട് ഇന്നത്തെ ഞാനാണ് ഇപ്പൊ ഇതില് ഹൈറ്റ് കുറവുള്ളത് അപ്പൊ ഞാൻ നടുവ് നിക്കാണ് പക്ഷെ തൊള്ളയിലോളാട്ടോ ഹൈറ്റ് ഉള്ളത് കണ്ടുണ്ടാവും പേരൊന്നും അറിയണ്ടാവില്ല നല്ലതല്ല ചോറ് വർത്താനം ചോറ് എന്താ എനിക്ക് അതൊന്നും മണക്ക് കറി മാത്രം കറി ഞാൻ മറ്റൊരു പത്രത്തുമ്പോ വെല്ലിട്ടോ അവിടെ തവാക്കില് മറ്റോലെ എങ്ങനെ എണീപ്പിക്കാൻ ഇതാരാ
പുതിയാപ്പിളക്ക് നാണം. വയൊന്നും തെറ്റിയില്ല. ചെക്കനൊന്നും ഉണ്ടാത്തേ. ആണ് സാർ, മനസ്സെന്നാവട്ടെ. 8 മണിക്ക് എന്നുള്ള ഫുഡ് 7:50 തന്നെ എത്തിച്ച് ഫുഡ് കമ്മിറ്റി മാതൃകയായി. നീ ഫുഡ് കഴിച്ചോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ കൂടെയും ബീഫും. ചായ ഇല്ലേ, നമ്മള് ബക്കറ്റിലേക്ക് ചായ ബക്കറ്റിലേക്ക് ചായ അപ്പുറത്ത് പുറത്ത് പോകും. എന്നിട്ട് ഗ്ലാസ് കത്തിച്ചാവും. ഇവിടെ വന്നിട്ടാണ് നല്ല കമ്പനിയാണ്. നമ്മളായിട്ട് മുന്നേക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല, പരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവര് 3 മാത്രം എപ്പോഴും ഉണ്ടാകാം. പിന്നെ ഷാനൊക്കെ അറിയില്ലായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണ് ഷാനിനെ പരിചയപ്പെട്ടത്. ഷാന അടിപൊളി ക്യാരക്ടറാണ്. വിചാരിച്ചില്ല ഇവള് അങ്ങനെ സ്പീക്കറിലെല്ലാം ഇട്ടിട്ട് അവിടെ തന്നെ വെച്ച്. അപ്പൊ ഇവിടെ ഇട്ടേക്ക് സൽമാനല്ലേ അനൂഫിനെ ഞാൻ ആദ്യം കണ്ടപ്പോ
അനൂപ് ഭയങ്കര ഇൻട്രോവേർട്ട് ആവുന്നാണ് പക്ഷെ അനൂപ് ഒരു ആംബിവേർട്ടാണ്. കുറച്ച് സ്പേസ് കൊടുത്താൽ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് എന്റെ ഒരു നിഗമനം. പിന്നെ ദിൽബറിനെ എനിക്ക് ആദ്യം അറിയാം. ഓനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ട്. പിന്നെ റിൻഷാനെ എനിക്ക് ആദ്യം അറിയാം. അങ്ങനല്ല, എനിക്ക് തന്നെ അറിയാം. പിന്നെ റിൻഷാനെ എനിക്ക് ആദ്യം അറിയാം. പക്ഷെ ദിൽബറിന് അത്ര കമ്പനി റിൻഷാനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഉണ്ട്. പിന്നെ സൽമാൻ എനിക്ക് ആദ്യം കമ്പനി ഉണ്ടായിരുന്നു. പക്ഷെ സൽമാനായിട്ട് ഇപ്പൊ കുറച്ച് കമ്പനി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് വന്ന് പിന്നെ ഫൈദിനായിട്ട് ഞാൻ ഇന്റർസോൺ കണ്ട. പക്ഷെ ഓനക്ക് തന്നെ അറിയില്ല കണ്ടതൊന്നും. ഇപ്പൊ എനിക്ക് നല്ല കമ്പനി സെലക്ഷൻ മുതൽ അറിയാം. നടുവ് നിന്ന് പറഞ്ഞ് നല്ല കമ്പനി ഉണ്ട്. ഇനി പറയാത്ത ഷിജുട്ടി ഞാൻ വിചാരിച്ചു നമ്മളായിട്ടൊന്നും സംസാരിക്കൂല. അവന് മൾട്ടിക്കാരറ്റ് മാത്രമാണ് വലിയ ബോണ്ട് ഗേൾസ് അന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഓന്റെ ലവ് സ്റ്റോറി കൂടെ ഓനെ നമ്മള് വല്ലാണ്ട് അറിഞ്ഞു. അതൊക്കെ ഞാനൊരു ദിവസം ഈ പെരയില് അടുക്കളയിൽ ചോറുന്നാണ് ഉണ്ട് ഇക്കാടെ വൈഫും ഉണ്ട്. അപ്പൊ ഇക്ക് നമ്പറിൽ നിന്നൊരു കോൾ വന്നു. ഞാൻ വെറുതെ എടുത്ത് സ്പീക്കറിൽ വിളിച്ചു ചോറ് നോക്കിക്ക. അപ്പൊ എടുത്തേക്ക് ഒരു പെണ്ണ് ഹലോ, ഞാൻ സ്പീക്കറാണല്ലോ അപ്പൊ ഓഫാക്കി എടുത്ത് ഹലോ അപ്പൊ ഷിദ്ലാനെയാണ് പണ്ടേ അറിയാം, കുറച്ച് മുന്നേ അറിയാം. സൽമാന് ഒരു സാധനാണത്. ഒരു ജാട തെണ്ടി. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, ബുദ്ധില്ലാതെ ആളെ മനസ്സിലായത് പൊട്ടനാണെന്ന്. നല്ല കുട്ടിയാണ്. ഞാന് മീറ്റിങ്ങിനാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതിന്റെ മീറ്റിങ്ങിന്, ക്യാമ്പിന്റെ മീറ്റിങ്ങിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറിച്ചൊക്കെ നമ്മളതിൽ ഉണ്ടോ വിചാരിച്ചു. നിങ്ങളൊക്കെ പരിപാടിക്ക് വരുന്നേ എല്ലാരെ കുറിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. പിന്നെ പണ്ടറിയാം. ഓനാണ് ഇങ്ങനെ തോൽപ്പെട്ടിക്കൊക്കെ ഇട്ടത്, പേരിട്ടൊക്കെ. റീൻഷാനെ പിന്നെ എങ്ങനെ പൈസ നമ്മളെങ്ങനെ എടാ 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 പൊക്കിണ പോലല്ലേ എല്ലാരും കൂടി ഇതിക്ക് നോക്കിട്ട് അങ്ങട് കത്തിച്ച് കൊറേ ഇറങ്ങി വിട്ടാ നമ്മള് എയർ ഫുള്ളാട്ടെ കത്തൂല കുറച്ച് ടൈം എടുക്കും. അശ്വതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അശ്വതിനായിട്ട് വലിയ കമ്പനി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. ഷെജിലാനെ എനിക്ക് ഓൾറെഡി അറിയില്ല. ഗജിലാനെ കണ്ടിട്ടേ ഇല്ല. റഫ്നയുടെ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ വലിയ മെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷെജിലാനെ നല്ല ബന്ധം പോകുന്ന അത്രേ. ബന്ധം പോകില്ല കേട്ടോ. അപ്പൊ നമ്മളെ ബന്ധം പോകില്ല. ഷാനനേറ്റും അതുപോലെ തന്നെ ഗജിലാൻ ഷാനകളും അത്ര കമ്പനി ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും ആയി, നെജ്മാനും ആയി. കണ്ടിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ കാണലുണ്ട്. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയത്. റിമിനെ ആദ്യം തന്നെ അറിയാം. പിന്നെ നമ്മള് പറഞ്ഞോണ്ട് കേക്കൂല. ഇതാണ് സൽമാൻ എന്ന് ഞാൻ അറിയുന്നത്. പിന്നെ ഇവളും അങ്ങനെ തന്നെ. ഇവള് വല്ലാതെ അറിയൊന്നും ഉണ്ടായിരുന്നു. ഫ്ലാഷ് അറിയാം. നല്ല കമ്പനിയാണ് അറിയാം. റിൻഷാന്റെ മൂസിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ അറിയാം. ജസ്റ്റ് ഇങ്ങനെ ചിരിക്കുന്നല്ലാതെ വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പാണ് അന്ന് കമ്പനി ആയത്. പിന്നെ ഇവിടെ അറിയാൻ ഞങ്ങൾ എപ്പോഴും ചിരിക്കും. ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റ് ആയത് ചിരിക്കും. അത്ര തന്നെ. ചാനൽ പിന്നെ അറിയാം. നല്ല കമ്പനി തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ചിത്താറിന്റെയും ഇവരൊക്കെ റഫ്നാന്റെ കൂടെ കണ്ടിട്ട് അറിയാം. സൽമാൻ സൈഡ് കത്ത് നോക്കി വിട്ടോ 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 എടാ വിടറാ വിട്ടോ വിട്ടോ
വിട്ടോ ഏറെ വിട്ടോക്ക് എപ്പോഴും വർത്താനം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരും. അവർക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എന്താ പാടിലേക്ക് വരും. സെക്രട്ടറി ആണെങ്കിലും അങ്ങനെയല്ല, അവൻ വരും. ഓക്കെ, അത്ര തന്നെ ഉള്ളു. എന്നീ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സൊക്കെ ശുദ്ധമാക്കി, മനസ്സ് നന്നാക്കി, വളരെ സന്തോഷത്തോടു കൂടിയല്ല പിരിയുന്നത്, വളരെ ദുഃഖത്തോടു കൂടിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം പറയുന്നതാണ്. അപ്പൊ ഞാനിപ്പോ 1 മണിക്കൂർ സമയം ഇവിടെ ചെലവഴിച്ചപ്പോ ഔദ്യോഗികമായിട്ട് സമാപനം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ സ്കൂളിൽ കുറച്ച് ഒരു ഫലവൃക്ഷ തൈകളും കൂടെ നട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫലവൃക്ഷ തൈകൾ നടുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എല്ലാ അതിഥികളെയും നമ്മൾ താഴെ പാർക്കിന്റെ ഏരിയയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഒറ്റ കാര്യം കൂടെ, GLP സ്കൂൾ വടക്കുംപുറവുമായിട്ടുള്ള ബന്ധം മജ്‌ലിസ് NSS യൂണിറ്റിന് ഈ 7 ദിവസത്തേക്ക് മാത്രമായിരിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.